ഞാൻ വില്ലത്തരമൊന്നും കാണിക്കുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ റിയൽ ലൈഫിൽ കൂടി. അപ്പാനി ശരത്തായൻ്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്? പല ഇമോഷൻസിൽ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഈ പെർഫോമൻസും കൊണ്ടുപോകുന്നത്. അവരത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള അവരുടെ തീരുമാനമാണ്. ശരത്തിനൊരു ടീമുണ്ടോ ശരത്തിന് വേണ്ടി കഥ എഴുതാൻ? സ്റ്റേജിൽ നിന്ന് നിൽക്കുന്ന ആളായതുകൊണ്ട് അപ്പം അത് കയ്യടി ആകുമ്പോൾ അത് ആ ലൈവ് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കൂവലാണെങ്കിലോ അതും അടിപൊളിയാണ്. ശരി. പിന്നെ രണ്ടും വേണം. സിനിമ ഒരു ബിസിനസ് മാത്രമല്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഒരു കലയാണ്, ഒരു ആർട്ടാണ് അത്. വളരെ സന്തോഷം ശരത് കണ്ടതിൽ. നമസ്കാരം. അപ്പോൾ ശരത് കുമാർ എന്ന വ്യക്തി അപ്പാനി ശരത്തായൻ്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്? ഗുണവും ദോഷവും ദോഷമൊന്നുമില്ല, അങ്ങനെ ഗുണം മാത്രമേ ഉള്ളൂ. നല്ല കാര്യമല്ലേ? എന്നാലും എന്തോ പറയാനുണ്ടല്ലോ. ഇല്ല, ഒരു ദോഷമൊന്നുമില്ല, നല്ല കാര്യം. നമ്മളിപ്പം അപ്പാനി ശരത്ത് എന്ന് പറയുന്നത്, അപ്പാനി എന്ന് പറയുന്നത് എൻ്റെ ആദ്യ സിനിമയിലെ കഥാപാത്രമാണ്. അപ്പൊ ആ കഥാപാത്രത്തിലൂടെ തൻ്റെ പേരിനൊപ്പം ആ കഥാപാത്രത്തിന്റെ പേരിലും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ ജനങ്ങൾ വിളിച്ചു തന്നൊരു പേരാണ് ഈ പറഞ്ഞത് അപ്പാനി. അപ്പാനി എന്നുള്ള പേര്. അപ്പൊ അതിൽ പേഴ്സണലി അങ്ങനെ വലിയ ദോഷങ്ങളൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ആസ് എ ആക്ടർ എന്ന നിലയ്ക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അതായത് നമ്മളിപ്പം അപ്പാനി രവി എന്ന് പറയുന്ന സിനിമ എൻ്റെ ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ കുറെ അധികം കഥാപാത്രങ്ങൾ ചെയ്തു. അപ്പൊ ഞാനൊരു പോലീസ് ക്യാരക്ടർ ചെയ്താലും ഡോക്ടർ ചെയ്താലും ഏത് കഥാപാത്രങ്ങൾ ചെയ്താലും ഡോക്ടർ, അപ്പാനി ശരത്ത് പോലീസ്. അപ്പൊ ചില ആൾക്കാർക്ക് അറിയാം ഇതെന്റെ പേരാണെന്ന് അറിയാം. പക്ഷെ എന്നാലും ആ പേരിൽ ഇങ്ങനെ വിളിക്കുമ്പം ഒരു ചെറിയൊരു ഇത് സംഭവം തോന്നാറുണ്ട്. അത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നാറുണ്ട്. പക്ഷെ എന്നാലും അത് വലിയ ദോഷമായിട്ടൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് എനിക്ക് ഇപ്പോഴും ധാരണ എന്റെ പേരാണ് അതെന്നാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. അതെ, ഒരുപക്ഷെ അങ്കമാലി ഡയറീസിലെ അപ്പാനി രവിയെ കാട്ടി എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറെ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലും കൂടെയൊക്കെ നമ്മൾ അറിയപ്പെടുക എന്നുള്ള വലിയ ആഗ്രഹമാണ്. അങ്കമാലി കഴിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തു, തമിഴ് ചെയ്തു, മലയാളം ചെയ്തു. പക്ഷെ ചില ഘട്ടങ്ങളിൽ ശരത്തിന്റെ കരിയറിൽ ഒരു PR പുഷ് വേണമെന്ന് തോന്നിയിട്ടില്ല എവിടെയെങ്കിലും? തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഉറപ്പായിട്ടും വേണം. അറിയാലോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്രൊമോഷൻ സൈഡൊക്കെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ആൾക്കാർ തന്റെ കഥാപാത്രങ്ങളിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെടണം എന്നാണോ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്? ഉറപ്പായിട്ടും അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ പ്രൊമോഷൻസിനും പരിപാടികൾക്കും പോകണം അല്ലെങ്കിൽ ചെയ്യണ്ട എന്നുള്ളതല്ല, ഇത് ചെയ്യണം, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടി നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറിലൂടെ അത് ആൾക്കാർ കണ്ട് തിയേറ്ററിൽ കൈയടിച്ച് അംഗീകരിക്കപ്പെട്ട് അങ്ങനെ വരണം എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പൊ നേരത്തെ നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ് ശരത്തിനെ ഇപ്പൊ കാണാത്തത് എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടെന്ന്. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം? അല്ല, ഞാൻ പൊതുവെ സിനിമ മാത്രമേ ഫോക്കസ് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകും. അതെ, സിനിമ ചെയ്താൽ കഴിഞ്ഞ നെക്സ്റ്റ് നേരെ എൻ്റെ വീട്. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ നേരെ അഭിനയിക്കാൻ പോകും, അഭിനയം ഇല്ലെങ്കിൽ നേരെ വീടും. എൻ്റെതായ കുറെ അധികം പ്രവർത്തനങ്ങളുണ്ട്, കലാപ്രവർത്തനങ്ങളുണ്ട്. ഞാൻ അതിൽ ഒതുങ്ങി കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അതായിരിക്കാം. പക്ഷെ ഞാൻ ഇതിൽ ഹാപ്പിയാണ്. പക്ഷെ അത് മാത്രം പോരാ, എല്ലാ സഭകളിലും നമ്മൾ പിന്നെ തന്നെ ഒരുപാട് PROs ഒക്കെ എന്നെ വിളിക്കുമ്പോൾ പറയും പരിപാടികൾക്കൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് പരിപാടികൾക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. എനിക്ക് കംഫർട്ട് ഇതാണ്, അതായിരിക്കാം. ശരത്തിനെ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തമിഴ് പടമായിട്ടാണ്. കാരണം ഒരു തമിഴ് പടത്തിന്റെ ഒരു തീവ്രത, അല്ലെങ്കിൽ തമിഴ് പടത്തിലെ ചില ക്യാരക്ടേഴ്സിന്റെ ഒരു ഡെപ്ത് പലപ്പോഴും മലയാള സിനിമയിൽ കിട്ടാറില്ല. അത് അങ്ങനെ ഒരു അവസരം വരാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ തമിഴിലാണ് അത്തരം അവസരങ്ങൾ കൂടുതലുള്ളതുകൊണ്ടാണോ? അല്ല, അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സീസൺ വർക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു സമയത്ത് തമിഴ് പടങ്ങൾ മാത്രമായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇത് ആരാ ഇനി സെറ്റ് തമിഴിൽ നിന്ന് നിൽക്കാം എന്ന രീതിക്ക് ഇവിടെ നിന്ന് എല്ലാം കൂടും കൊടുക്കൊക്കെ എടുത്ത് നേരെ ചെന്നൈ പോയി അവിടെ താമസം തുടങ്ങി. അവിടെ ആയിരുന്നു കുറെ നാള്. അപ്പൊ ആ സമയത്ത് തമിഴ് പടങ്ങൾ കുറഞ്ഞു. അപ്പൊ ഇവിടെ മലയാള പടങ്ങൾ തുടങ്ങി. അപ്പൊ തിരിച്ചിവിടെ വന്നു. ചില സമയത്ത് തമിഴും ചെയ്യും, ചില സമയത്ത് മലയാളം ചെയ്യും. എനിക്കങ്ങനെ ഇന്ന ലാംഗ്വേജ് അങ്ങനെയൊന്നും ഇല്ല. എന്റെ ജോലി അഭിനയമാണ്. അപ്പൊ അത് ഏത് മേഖലയിലാണെങ്കിൽ കൂടി ഞാൻ ആ ജോലി ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരത്തിനൊരു ടീമുണ്ടോ ശരത്തിന് വേണ്ടി കഥ എഴുതാൻ, ശരത്തിന് വേണ്ടി ഒരു സിനിമ കണ്ടെത്താൻ, അല്ലെങ്കിൽ ശരത്തിന് പറ്റിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരു ടീമുണ്ടോ? അങ്ങനെ ഒരു ടീം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു വലിയൊരു സ്ട്രീമിങ്ങിൽ എത്തണം, കുറെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് വരണം, അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന കുറെ അധികം നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ട്. ചിലപ്പോൾ അവർ സിനിമാക്കാരായിരിക്കാം, സിനിമാ പ്രവർത്തകരല്ലാതെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. ഞാൻ കരിയറിന്റെ കാര്യമാണ് ചോദിച്ചത്. കരിയറിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, സത്യം അറിയില്ല. പിന്നെ ഇപ്പം ചെന്നൈ, ഇപ്പം നേരത്തെ തമിഴ് പടങ്ങളുടെ കാര്യം പറഞ്ഞപ്പം ഇപ്പം ഞാൻ അവിടെ ചെന്നൈയിൽ പോയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഓട്ടോ ശങ്കർ വെബ് സീരീസ് അതൊക്കെ ചെയ്തതിന് ശേഷം
കുറെ നമ്മളെ തന്നെ കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഉം. അപ്പൊ അവരുമായിട്ടൊക്കെ സിനിമയുടെ ചർച്ചകൾ തന്നെയാണ് എപ്പോഴും. പുതിയ സിനിമകൾ ഓണാക്കാനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെയാണ് അതിന്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. അതെ. അങ്ങനെ ഒരു കുറച്ചധികം ടീമുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ്സും പ്രൊഡക്ഷൻ മീറ്റിങ്ങും അല്ലെങ്കിൽ പടം ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് വേണ്ടി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതുവരെ ഇല്ല. അങ്കമാലിക്ക് ശേഷം ശരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓട്ടോ ശങ്കർ ആയിരുന്നു. അതൊരു OTT റിലീസായിരുന്നു. കുറച്ചുകൂടെ OTTക്ക് പറ്റിയൊരു വ്യക്തിയാണ് ശരത്ത് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു തിയേറ്റർ വ്യക്തി തന്നെയാണോ? ഓട്ടോഷങ്ങൾ ഇറങ്ങിയ സമയം OTT-യിൽ അധികം ആൾക്കാർ ഇവിടെ OTT-യിൽ അധികം തുടങ്ങി വന്ന തുടങ്ങി സമയം വരുന്നേ ഉള്ളൂ. ഒരുപക്ഷെ OTT-യിൽ ആദ്യം അഭിനയിച്ച ഞാനായിരിക്കും. ആയിരിക്കും. മലയാളത്തിൽ. മലയാളത്തിൽ നിന്ന് ഉം. ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. പക്ഷെ അത് എത്രത്തോളം ഇവിടെ സംസാരമായെന്ന് എനിക്കറിയില്ല. ഉം. പക്ഷെ അതിന്റെ ലാംഗ്വേജ് തമിഴ് ആയതുകൊണ്ട് തന്നെ അവിടെ അത് വലിയ ചർച്ചയാവുകയും അത് വലിയ രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്തു. ഉം. ഓട്ടോ ശങ്കറിൽ നിന്ന് ഒരു കോൾ വരുന്ന സമയത്ത് എനിക്ക് എന്താണ് വെബ് സീരീസ് എന്ന് അറിയില്ലായിരുന്നു. അത് ശരി. എനിക്കറിയില്ല വെബ് സീരീസാ സീരിയലാണോ ഇനി അത് എന്നൊക്കെ ശരി. ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, ഉം. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഓഡിയൻസ് ഇതിന്റെ പുറകിലുണ്ട്, ഇത്തരം സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ അതിന് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തത്. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പൊ വെബ് സീരീസിൽ അഭിനയിച്ചാലോ സിനിമയിൽ അഭിനയിക്കുന്നതിലും എനിക്ക് എന്റെ പേഴ്സണൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമ തന്നെയാണ്. അത് ശരി. തിയേറ്ററിൽ അംഗീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. കാര്യം ഞാൻ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്ത് കയ്യടി വാങ്ങുന്ന ആളാണ് ഞാൻ. ലൈവായിട്ട്. ലൈവായിട്ട് കയ്യടി ആണെങ്കിലും കൂവലാണെങ്കിലും സ്റ്റേജിൽ നിന്ന് നിൽക്കുന്ന ആളായതുകൊണ്ട് അപ്പൊ അത് കയ്യടി ആകുമ്പോ അത് ആ ലൈവ് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടിയ കൂവലാണെങ്കിലോ? അതും അടിപൊളിയാ. അത് ശരി. പിന്നെ രണ്ടും വേണം. കുറച്ച് സ്നേഹം കൂടുതൽ കയ്യടിയോടാണ്. അല്ലെ കൂമ്പോ നമ്മള് പതറി പോവോ? ഇല്ല, ശ്ശെ, പതറിയിട്ട് കാര്യമില്ലല്ലേ? എവിടെ പതറിപ്പോവാൻ? അങ്ങനെ പതറിപ്പോവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ആ കൂവല് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അടുത്ത പരിപാടി കുറച്ചും കൂടെ കയ്യടി മേടിക്കാൻ വേണ്ടി, എന്താ വെച്ചാൽ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് അഭിനയിക്കരുത്. അലമ്പാവും. അയ്യോ, അത് ക്യാരക്ടറിൽ നിന്ന് പുറത്ത് പോയിട്ട് ആസ് എ പേഴ്സൺ ആവും. ശരിയാ. അതുകൊണ്ട് അങ്ങനെ നിൽക്കണ്ട. നമ്മൾ നമ്മുടെ സ്പേസിൽ നിന്നിട്ട് അതൊക്കെ ഓഡിയൻസ് ഏത് സെൻസിലാണ് ഇത് എടുക്കുന്നതനുസരിച്ച് ഇരിക്കും. ഇപ്പം നല്ല കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, പെർഫോമൻസുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അൾട്ടിമേറ്റ്ലി സിനിമ ഒരു ബിസിനസ്സാണ്. സിനിമ വിറ്റ് പോണ സിനിമയ്ക്കാണ് ഡിമാൻഡ്, വിറ്റ് പോകുന്ന ആക്ടേഴ്സിനാണ് ഡിമാൻഡ്. അത്തരമൊരു ബിസിനസ് ആംഗിളിൽ സിനിമ സീരിയസ് ആയിട്ട് ചിന്തിക്കാറുണ്ടോ? ബിസിനസ് ആംഗിള് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ആവശ്യമുണ്ട്. അയ്യോ സത്യം, മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മുൻപ് അത് ചിന്തിക്കില്ലല്ലോ. നമുക്ക് വരുന്ന കഥാപാത്രം എത്രത്തോളം ഭംഗിയായി അവതരിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം ആ സിനിമ അതിന്റെ നമുക്ക് അടുത്ത സിനിമയിലേക്ക് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഫണ്ടാണ്, അതെ, പൈസയാണ്, പ്രൊഡക്ഷനാണ്. പ്രൊഡ്യൂസർ വേണം ഒരു സിനിമ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ മാർക്കറ്റിൽ അത് ആൾക്കാരിലേക്ക് എത്തണം, അത് വിജയിക്കണം. അത് വിജയിക്കുന്നതിനപ്പുറം അതിനെ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് റിട്ടേൺ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള വശങ്ങളും കൂടി ഇപ്പൊ നിലവിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. എന്നാൽ മാത്രമേ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവൂ. അപ്പം അത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്നതിന് പകരം സിനിമ ഒരു ബിസിനസ് മാത്രമല്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഒരു കലയാണ്, ഒരു ആർട്ടാണ്. അപ്പം ബിസിനസ് മാത്രമായിട്ട് ഒതുക്കി കളയരുത്. പക്ഷെ അതിലൊരു ബിസിനസ് സ്വഭാവവും ഉണ്ട്. ഒരുപക്ഷെ നായകൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹീറോ ആവണമെന്നില്ല, വില്ലനാവാം. ലീഡ് ക്യാരക്ടർ ആരാണോ അതാണ് നായകൻ. അപ്പം കുറച്ചുകൂടെ ഒരു വില്ലനിസം കൂടുതലുള്ള വ്യക്തിയാണോ നമുക്ക് ക്യാരക്ടേഴ്സ് കേട്ടോ, വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതങ്ങനെ ആയിത്തീർന്നതാണെങ്കിൽ പറയാം. ഞാൻ എൻ്റെ അങ്കമാലി ഡയറീസിന്റെ ഒക്കെ ആദ്യ സിനിമയുടെ ഓഡീഷനൊക്കെ ഞാൻ ചെയ്തത് കോമഡിയാണ്. ശരി. ഞാൻ എൻ്റെ സ്കൂൾ കാലം തൊട്ടും അല്ലെങ്കിൽ എൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുമ്പോൾ തൊട്ട് എൻ്റെ നാടകങ്ങളിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കോമഡി നാടകങ്ങളും സ്ട്രീറ്റ് പ്ലേകളുമാണ്. ഞാൻ വില്ലത്തരമൊന്നും കാണിക്കുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ റിയൽ ലൈഫിൽ കൂടി. അപ്പം കിട്ടിയ കഥാപാത്രം ഇങ്ങനെ ആയതുകൊണ്ട് അതിൽ ചെയ്തതാണ്. പിന്നെ പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇവന്റെ കയ്യിരിപ്പ് ശരിയല്ല, പിന്നെ ഇച്ചിരി ഗുണ്ടായുസം ഉണ്ടോ എന്ന് തോന്നലുണ്ട്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. മലയാളത്തിൽ ശരത്തിനെ വേണ്ട വിധം ഉപയോഗിച്ചിട്ടില്ല അല്ലെ കഥാപാത്രം വരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാര്യം എല്ലാ സിനിമയിലും നമ്മൾ അഭിനയിക്കണം, എല്ലാ ഡയറക്ടേഴ്സും നമ്മൾ യൂസ് ചെയ്യണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമൊന്നും. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഓണായി അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് അവർക്ക് തോന്നുന്ന തരത്തിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കഥാപാത്രം ചെയ്ത് വെച്ചാൽ മാത്രമേ ആ ഡയറക്ടർ നമ്മളെ ഫോക്കസ് ചെയ്യുള്ളൂ, വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതായിരിക്കണം. ഒരാൾ എഴുതുന്ന സ്ക്രിപ്റ്റിൽ ഈ ക്യാരക്ടർ ആരൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്, ഡയറക്ടറാണ്.
ചിലപ്പോൾ ആ ഡയറക്ടർ സേഫ് സോണിൽ നിന്നിട്ടായിരിക്കും കാസ്റ്റിംഗ് ചെയ്യുന്നത്, ഇല്ലേ? ഈ പറഞ്ഞ പോലെ ബിസിനസ് ആയിരിക്കും അപ്പം. ബിസിനസ്സും ചിന്തിക്കാം, സേഫ് സോണും ചിന്തിക്കാം. മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന ആൾക്കാർ, ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വെച്ചിട്ടായിരിക്കും സിനിമകൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ രക്ഷിക്കാൻ. അതെ, ലിജോ ചേട്ടൻ എന്നെ കൈ പിടിച്ച് കയറ്റിയതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. അങ്ങനെ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഇനിയും കയറി വരാനായിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മറ്റു സിനിമകളിൽ നിന്ന് നമുക്ക് അവസരം വരുന്നില്ല, അതിനോർത്ത് അങ്ങനെ വിഷമമൊന്നും എനിക്കില്ല. നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ നമ്മുടെ അടുത്ത് എന്താണെങ്കിലും നമുക്ക് വന്നിരിക്കും. അത് അന്ന് വിശ്വസിക്കും. നമ്മൾ ഇത്രയും ഇതൊന്നും ഇങ്ങനെ ആയി തീരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമാ നടനാവുന്നോ ഒന്നും പറഞ്ഞ് തുടങ്ങിയ അഭിനയ ജീവിതമൊന്നും അല്ല. അല്ലെങ്കിൽ സിനിമാ നടനാവാനായിട്ട് നാടകത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളൊന്നും അല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഓർത്തുള്ള വിഷമവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പം സിനിമകൾ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ഡയറക്ടേഴ്സിനെ ഫോൺ വിളിക്കണം, റൈറ്റേഴ്സിനെ പോയി കാണണം, പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കണം. ചേട്ടാ പുതിയ പടം തുടങ്ങുന്നു എന്ന് അറിഞ്ഞു, എന്താണ്, ആരൊക്കെയാണ് ഏട്ടാ വേഷം ചെയ്യുന്നത്? ശരത്ത് നീ ഇവിടെ പരിപാടി എന്താ ഇപ്പോഴും ചോദിക്കാറുണ്ടോ? പിന്നെ ഇന്ന് രാവിലെ ഇവിടെ വിളിച്ചിട്ടാ അത് ചെയ്യണം. ഞാൻ പറഞ്ഞ അതാണ്. അങ്ങനെ ഒരു കോള് പോകുമ്പോ ചിലപ്പോ അവരെ മൈൻഡിൽ ഈ ക്യാരക്ടർ ആര് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും നമ്മളൊരു കോള് ശരിയാണല്ലോ, അപ്പാനി ഉണ്ടല്ലോ. ചിലപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് എന്തായിരിക്കും, ഞാൻ വല്ല തമിഴിലോ തെലുങ്കിലോ ഒക്കെ പോയി കിടന്ന് അഭിനയിക്കുന്നതായിരിക്കും അവർ വിചാരിക്കുന്നത്. അവർ കോള് പോകുമ്പോഴായിരിക്കും അവർക്ക് ഓർമ്മയിൽ നമ്മൾ വരുന്നത് പെട്ടെന്ന്. അങ്ങനെ കാസ്റ്റിംഗ് വരാറുണ്ട്. സെക്കൻഡ്, ചില ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എടുത്ത് തുടങ്ങുമ്പോഴേ ഈ ക്യാരക്ടർ അപ്പാനിയെ പോലെ അല്ലെങ്കിൽ ശരത്തിനെ പോലെ ഒരാള് ചെയ്യണം എന്ന ധാരണയിൽ എഴുതി ചെയ്യുന്നതും ഉണ്ട്. എനിക്ക് രണ്ടും വരാറുണ്ട്. ചെറുപ്പത്തിലെ പ്രണയമായിരുന്ന നാടകം ഇപ്പോഴും ഉണ്ടോ സജീവമായിട്ട്? ഇല്ല, ഉറപ്പായിട്ടും നാടകം നമുക്ക് കൂടെ തന്നെ ഉണ്ട്. കുറച്ചു കാലം ഈ സിനിമയുടെ തിരക്ക് കാരണം നമുക്കതിൽ അത്ര ആക്റ്റീവ് ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ആ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് നമുക്ക് നാടകത്തിൽ പ്രവർത്തിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്, ചെയ്യാറുമുണ്ട്. ഇപ്പൊ ഇനി അടുത്തല്ലോ നാടകം എനിക്ക് ലോക്കൽ ബണ്ടിൽസ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്. ഒരു 3 വർഷമായി ആരംഭിച്ചിട്ട്. അതിന്റെ ആദ്യത്തെ ഒരു വർഷം നമ്മൾ ആക്ടിങ് തിയേറ്റർ വർക്ക്ഷോപ്പാണ് കൊടുത്തത്. 2ാമത്തെ വർഷം ഒരു പെയിന്റിങ് വർക്ക്ഷോപ്പ്. ഇപ്പം 3rd ഇയർ ഇപ്പം ഒരു 2 ദിവസത്തെ അഭിനയ കളരി ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അഭിനയം ആഗ്രഹിച്ചു വരുന്നവർക്ക് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് 2 ദിവസം. ഞാനല്ല ക്ലാസ് എടുക്കുന്നത്, നമ്മുടെ എന്നെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ഇന്ത്യക്കകത്തും പുറത്തും നാടകം പഠിക്കുകയും അല്ലെങ്കിൽ നാടകം അഭിനയം പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിലൂടെ ഉള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കുറെ നല്ല നല്ല ആക്ടേഴ്സിനെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. 1. 2, നമ്മൾ ഇത് ഇങ്ങനെ പോയി പഠിച്ചു വന്ന ആളൊന്നുമല്ല. ഞാനൊരു സ്ഥലത്ത് തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ തിയേറ്റർ വർക്ക്ഷോപ്പ് ഒന്നും അങ്ങനെയൊന്നുമല്ല. ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠനം ആരംഭിച്ചത്. ഞാൻ കാലടിയിലാണല്ലോ PG എടുത്തത് തിയേറ്ററിൽ. അപ്പം ഇപ്പോഴും കുറെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ ആ തിയേറ്റർ വർക്ക്ഷോപ്പുകളൊക്കെ കിട്ടാനുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സാധനം. പിന്നെ അത് പോയിട്ട് ഭാവിയിൽ ഒരു ഇന്റർനാഷണൽ പ്ലേ, ലോക്കൽ ബണ്ടിൽസിന്റെ കെയർ ഓഫിൽ ഒരു ഇന്റർനാഷണൽ നാടകം ടിക്കറ്റ് ഷോ വെച്ച് ചെയ്യണം. 1 വർഷം അത് റണ്ണിങ്ങിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് വലിയൊരു അമച്ചർ നാടകമായിരിക്കും അത്. ഈ പറഞ്ഞതുപോലെ നാടകവും ഇപ്പോൾ ഒരു എലീറ്റ് ക്ലാസ്സിന് മാത്രം ആസ്വദിക്കുന്ന ഒരു സാധനമായി മാറിയോ? കാരണം ഇപ്പോൾ ഉത്സവപ്പറമ്പുകളിൽ നാടകമില്ല, പൊതുവേദിയിൽ നാടകങ്ങളില്ല, ഒരിടത്തും നാടകങ്ങളില്ല. ഇപ്പൊ പ്ലേസ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇപ്പോൾ ഒരു വലിയൊരു ഹാളിൽ പ്ലേസ് നടത്താറുണ്ട്. പക്ഷെ ഒരു നാടകം, പണ്ടത്തെ സ്റ്റൈലിൽ ഒരു നാടകം എന്നുള്ള സാധനം ഒരു സാധാരണക്കാരന് ആക്സസിബിൾ ആവാത്ത രീതിയാണോ ഇപ്പോൾ? ഞാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ നമ്മൾ നഗരങ്ങൾ വിട്ടിട്ട് ഗ്രാമങ്ങളിൽ പോകണം. നമ്മൾ ഉൾഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ പലതരത്തിൽ ജോലി ചെയ്ത് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ആക്ടേഴ്സ് ഒന്നും ആയിരിക്കില്ല, പച്ചയായ മനുഷ്യരായിരിക്കും. അവരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അവരെ ഇതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടെത്തി വർക്ക്ഷോപ്പുകൾ വെച്ച് അവരെ വെച്ചിട്ടൊക്കെ നാടകം ചെയ്ത് അവരെ വീണ്ടും മുറ്റത്തൊക്കെ നാടകം ചെയ്ത് അവിടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അങ്ങനെ വേണം ഈ നാടകം എന്ന് പറയുന്ന കലാരൂപത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. അത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അധ്യാപകരും പറഞ്ഞു തന്നത്. ഇപ്പൊ ഉത്സവപ്പറമ്പുകളിൽ നാടകങ്ങൾ കാണാത്തതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ നാടകത്തിന്റെ ഒരു സ്വഭാവ രീതികളൊക്കെ മാറി. പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന മിക്ക ആൾക്കാരും ഇപ്പൊ സീരിയലിലാണ് അഭിനയിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ വരുമാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഉത്സവപ്പറമ്പുകളിൽ കണ്ടുവരുന്ന പണ്ട് മുതൽ കണ്ടുവരുന്ന ഒരു കലാരീതിയൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ എല്ലാവർക്കും ഒരു അങ്ങനത്തെ ഒരു ഫെസ്റ്റിവലിലോട്ട് താല്പര്യം ഇല്ലാതെ കാണാനുള്ള സാവകാശം മാറി തുടങ്ങി. പക്ഷെ എന്നാലും നാടകം അല്ലെങ്കിൽ അമച്ചർ നാടകങ്ങൾക്ക് ഇവിടെ വളരെയധികം സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അത് വരുന്നുണ്ട്. പറഞ്ഞ പോലെ ഒരു ചുറ്റുമുള്ള ആൾക്കാരിൽ ഒതുങ്ങിപ്പോവാതെ അത് ജനകീയമല്ലെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു തെരുവുനാടകം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു സ്ട്രീറ്റിൽ പോയി നിന്നിട്ട് നമ്മൾ മാക്സിമം ഉള്ളൊരു ഓഡിയൻസിനെ കളക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിങ് ഉണ്ടല്ലോ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു നഗരത്തിലേക്ക് നമ്മൾ ചെണ്ടയുമായിട്ട് ഇറങ്ങി ചെന്നിട്ട് അതിന് ചുറ്റുമുള്ള ആൾക്കാരെ നമ്മളുടെ ഇടയിലേക്ക് ഒരു ഫോക്കസ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നാടകം. ആ സമയത്ത് അവർ ആസ്വദിക്കുന്നുണ്ട്. ആ ആസ്വാദനമാണ് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ശരിയാ. ആ ആസ്വാദനത്തിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പൊ AC ഹാളുകളിലും അല്ലെങ്കിൽ ടൗൺ ഹാളുകളിലും മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പക്ഷേ ഒരു പത്ര ആർട്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു മാധ്യമ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം പേരെടുക്കാനായിട്ടുള്ള നാടകങ്ങൾ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നാടകങ്ങൾ ചെയ്യണം. എല്ലാവർക്കും നാടകം കാണാനുള്ള ഒരു അവസരം ഒരുക്കുന്ന തരത്തിലേക്ക് നാടകം വളരണം. നാടകമാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാടധികം ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് വരെ. നാടകത്തിലൂടെയാണ് ഇവിടെ പല കാര്യങ്ങളും ജനങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടുള്ളത്. ആ ലെവലിലേക്ക് നാടകം മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപക്ഷെ സിനിമയെ കാട്ടി കുറച്ച് ആൾക്കാരിലേക്ക് എത്തും ഇത്. സിനിമയെക്കുറിച്ചുള്ള ഇനിയുള്ള ശരത്തിന്റെ ഒരു എന്താണ് ഇനി സംവിധാനമുണ്ടോ? ആ രീതിയിൽ എന്താണ് എന്തെങ്കിലും സംവിധാനം എനിക്കറിയില്ല. എങ്ങനെ സംവിധാനം ചെയ്യണമെന്ന് എനിക്കറിയില്ല. നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് ടെക്നിക്കലി ഭയങ്കരമായിട്ട് സിനിമ മാറിയത് കൊണ്ട് തന്നെ സിനിമ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കുകയാണ്. നമ്മൾ മറ്റ് കോഴ്സുകൾ എടുത്ത് പഠിക്കുന്ന പോലെ തന്നെ സിനിമയും ഒരു വിദ്യാഭ്യാസം ആയി. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സിനിമ കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞും പഠിച്ച് ചെയ്യേണ്ടതാണ് ഡയറക്ഷൻ. അപ്പൊ എനിക്ക് എഴുതണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു തിരക്കഥ അല്ലെങ്കിൽ ഒരു കഥ എഴുതാം. എഴുത്തിന്റെ ഒരു ഘട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷെ അതുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായും അഭിനയമാണ് എൻ്റെ തൊഴിൽ മേഖല. അതുകൊണ്ട് കുറെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, ആൾക്കാരെ എല്ലാവരും ഇഷ്ടം പിടിച്ചു പറ്റി, ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് നല്ലൊരു നടനായി സിനിമയിൽ നിറഞ്ഞു നിൽക്കണം. നേരത്തെ പറഞ്ഞു വെറുതെ നിന്നാൽ പോരാ. ഒരു വർഷം 2 സിനിമയിൽ അഭിനയിച്ചു, പിന്നെ കുറെ നാൾ കണ്ടില്ല, അങ്ങനെയല്ല. എല്ലായ്പ്പോഴും അവർക്കിടയിൽ ഒരു നടനായിട്ട് നല്ലൊരു കലാകാരനായിട്ട് നിറഞ്ഞു നിൽക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ എത്ര നന്നായിട്ട് അഭിനയിച്ചാലും എത്ര നല്ല സിനിമകൾ അഭിനയിച്ചാലും നമ്മൾക്ക് നമ്മുടേതായ ഒരു PR വർക്ക് വേണം എന്ന് ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു കുറവ് അത് ഭീകരം. നമ്മൾ എത്ര ചെയ്താലും അത് ആൾക്കാരിലേക്ക് എത്തിക്കണ്ടേ. ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിംഗ് കൂടെ ഇമ്പോർട്ടന്റ് ആണത് ശരിക്കും പറഞ്ഞു. അപ്പൊ കൂടുതൽ ഗംഭീര സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എഴുത്ത് ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.